സന്ദേശഗാനവുമായി ഇനി നമുക്ക് മുന്നിലെത്തുന്നത് ഹിദിയ. നമുക്ക് സ്വാഗതം ചെയ്യാം 14-ാം രാവിലേക്ക്. ഹിദിയ ചേച്ചി, 14-ാം രാവിലേക്ക് സ്വാഗതം. താങ്ക് യു. അപ്പോൾ നമ്മൾ വെല്ലുവിളിച്ചിരിക്കുകയാണ് അല്ലേ? റിച്ചുവിനെ ആ ചെയറിൽ നിന്നും തട്ടിമാറ്റി ഹിദിയെ കയറിയിരിക്കും. കോൺഫിഡൻസ് ആണോ? ഉണ്ടോ കോൺഫിഡൻസ്? ഉണ്ട്, കുറവില്ല. അത് മതി അല്ലേ? ഒരു പ്രാവശ്യം റിച്ചുവിനെ താഴെ ഇറക്കാൻ നോക്കിയിട്ടുണ്ട് നമ്മുടെ ഒരു കണ്ടസ്റ്റന്റ് ഇതിനു മുൻപ്, അമീൻ. പക്ഷെ പരാജയപ്പെട്ടു. റിച്ചു വീണ്ടും ആ ചെയർ കീഴടക്കി. ഇപ്പൊ വീണ്ടും ഹിദിയെ വന്ന് വെല്ലുവിളിച്ചിരിക്കുകയാണ്. ഓൾറെഡി റിച്ചു പാടിക്കഴിഞ്ഞു, നല്ല കമന്റ്സ് ഒക്കെ കേട്ടു. എന്ത് തോന്നി? റിച്ചു നല്ല ഫീലും എടുത്തൊക്കെ പാടിയുണ്ട്. നല്ല ഫീലും എടുത്ത് പാടി. അപ്പോ ഏത് പാട്ടാ സെലക്ട് ചെയ്തിരിക്കുന്നത്? ഞാന് സ്ത്രീധനത്തിനെതിരെയുള്ള ഒരു സോങ് ആണ്. ആഹാ, പെണ്ണു കെട്ടിന് എന്ന് പറഞ്ഞു. പെണ്ണ് കെട്ടിന് അല്ലെ? സ്ത്രീധനത്തിനെതിരെ ഉള്ളൊരു സോങ് ആണ്. ഓക്കെ, ഇതാരാ സെലക്ട് ചെയ്തത്? ഇത് എനിക്ക് അഫ്നാസ് ഖാന്റെ ഉമ്മയാണ് സെലക്ട് ചെയ്തത്. ഓക്കെ, ആഹാ. അപ്പോ നല്ലോണം പഠിച്ചിട്ടൊക്കെ ഉണ്ടല്ലോ അല്ലെ? വെല്ലുവിളിച്ചു വരുമ്പോ എന്തായാലും തീർച്ചയായും ആ ഒരു പ്രകടനം ഗംഭീരമായിരിക്കും. സ്ത്രീപക്ഷ ഗാനങ്ങൾ എന്ന പേരിൽ UK അബൂ സഹില എഴുതിയ പാട്ടുകളിൽ ഒന്നാണ്. അബൂ സഹില എന്ന് പറഞ്ഞത് നമ്മുടെ ക്രിസ്റ്റകല ഈ 14-ാം രാവിന്റെ ആദ്യം പാടിയ പാട്ട് അദ്ദേഹത്തിൻ്റെതായിരുന്നു. UK അബൂ സഹില. മിന്നിത്തിളങ്ങും മിന്നാമിനുങ്ങിന്റെ കൂട്ടമെന്നോണം തന്നെ പ്രസിദ്ധമായ ഒരു പാട്ടൊക്കെ എഴുതിയ അദ്ദേഹമാണ്. ഗൗരവമായ വിഷയങ്ങൾ മാത്രം പാട്ടുരൂപത്തിലാക്കിയ വ്യക്തിയാണ് അദ്ദേഹം. ശുദ്ധ മലയാളത്തിൽ പാട്ടുകൾ എഴുതുന്നതിന് തുടക്കം കുറിച്ച ഒരു വ്യക്തിയാണ്. അല്ലെങ്കിൽ ജനകീയമായ ഒരുപാട് പാട്ടുകൾ എഴുതിയ നല്ല മെസ്സേജുള്ള മൂസാ നബിയും ഫിർഔനും അങ്ങനെ ഒരുപാട് സ്ത്രീപക്ഷ ഗാനങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ. ഇവിടെ സ്ത്രീധനം പോലുള്ള അനാചാരങ്ങൾക്കെതിരെയുള്ള ഒരു ആഹ്വാനമാണ്. സ്ത്രീകളെ ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു ധനം ആ ഒരു തരത്തിൽ മാത്രം കാണുക എന്നതാണ്. സ്ത്രീധനം അതെങ്ങനെയാണ്, അത് സ്ത്രീയെ ധനമായി കാണേണ്ടത് എങ്ങനെയാണ്, അവരുടെ സ്വഭാവ മഹിമയും അല്ലെങ്കിൽ സ്ത്രീക്ക് നാം കൽപ്പിക്കുന്ന മഹത്വം എന്താണ്, അത് വെറും ഒരു പണം സമ്പാദിക്കുക എന്നുള്ളതിനപ്പുറം, കല്യാണത്തിനൊക്കെ പണം സമ്പാദിക്കുന്നതിനപ്പുറം വലിയ ഒരു സ്ഥാനം സ്ത്രീക്ക് മതപരമായ വീക്ഷണത്തിലുണ്ട്. അതൊക്കെ പറയുന്ന എന്താണ്, എങ്ങനെയാണ് കല്യാണം കഴിക്കുമ്പോൾ നമ്മൾ എന്താണ് സ്ത്രീയുടെ മഹത്വത്തെക്കുറിച്ച് ആലോചിക്കേണ്ടത്, എന്തൊക്കെ ചിന്തിക്കണം എന്നതിനെക്കുറിച്ചൊക്കെ കൃത്യമായ ഒരു, ഈ പാട്ട് ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒരു ഗാനമാണ്. അതുകൊണ്ട് തന്നെ ഈ മെസ്സേജ് റൗണ്ടിൽ ഏറ്റവും കറക്റ്റായ ഒരു പാട്ടാണ്. പിന്നെ ഹിദിയ അതെങ്ങനെ പാടും എന്നതിനെ ആശ്രയിച്ചിരിക്കും. പിന്നെ ഇത് ഒറിജിനൽ പാടിയത് 2 പേർ ചേർന്നാണ്. സിബലേച്ചിക്ക് ഓർമ്മ ഉണ്ടോന്ന് ഓർമ്മയില്ല, ഓർമ്മയുണ്ടോ എന്നറിയില്ല. സിബലേച്ചിയും കൊച്ചിൻ ഷെരീഫുമാണ് ഇത് പാടിയത്. അത് ഹിദിയ ഒറ്റക്കാണ് പാടുന്നത്. മിന്നാമിനുങ്ങ് എന്ന് പറഞ്ഞൊരു ഒരു ധർമ്മധാര പുറത്തിറക്കിയ ഒരു വർക്കിന് വേണ്ടിയാണ് ഇതെന്ന് ചെയ്തത്. അവിടെയാണ് ഒറ്റക്കാണ് ഹിദിയ ഇത് പാടുന്നത്. ഹിദിയ നല്ലൊരു തീമാണ് സെലക്ട് ചെയ്തത്. കാരണം അന്നും ഇന്നും എന്നും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണിത്. ഇത് ഇതുവരെ മാറിയിട്ടില്ല. എഴുതിയിട്ടും പ്രസംഗിച്ചിട്ടും ഒന്നും ഇതുവരെ മാറിയിട്ടില്ല. ഇനി ഹിദിയ പാടിയിട്ട് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു സിബില മാം. അപ്പോ ഹിദിയ, സിബിലേച്ചി പറഞ്ഞ പോലെ തന്നെ ഒരു മാറ്റം നമ്മുടെ പ്രേക്ഷകരിൽ ഉണ്ടാവട്ടെ അല്ലേ? ഓക്കെ, നന്നായിട്ട് പാടൂ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. ും
ഹിദിയ, ചേച്ചി. നല്ലൊരു സന്ദേശം കാണും അല്ലേ? കാലം എത്ര മാറിയിട്ടും സ്ത്രീയെ തന്നെ ധനമായിട്ട് കാണാൻ